നമസ്തേ. ഞാൻ ഡോക്ടർ ബി ജി ഗോകുലൻ, തിരുവല്ല സുദർശനം ആയുർവേദ ഐ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെൻറ്ററിലാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നേത്രാതിമർദ്ദം അഥവാ ഗ്ലോക്കോമ എന്ന പേരിൽ അറിയപ്പെടുന്ന അസുഖത്തെക്കുറിച്ചാണ്. കണ്ണിനകത്ത് ഒരു നിശ്ചിത അളവിൽ മർദ്ദം അല്ലെങ്കിൽ കണ്ണിനകത്തുള്ള ദ്രാവകം നിശ്ചിത അളവിൽ മർദ്ദം ചെലുത്തുമ്പോഴാണ് നമ്മുടെ നേത്രഗോളമായിട്ട് കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അളവ് കൂടിയാലോ അളവ് കുറഞ്ഞാലോ രണ്ടും കണ്ണിന് ദോഷം ചെയ്യുന്നു. കണ്ണെന്ന അവയവത്തെ തന്നെ ദോഷം ചെയ്യുന്നു. സാധാരണഗതിയിൽ അനുഭവപ്പെടാറുള്ളത് പലർക്കും പല കാരണങ്ങൾ കൊണ്ടും കണ്ണിനകത്തെ മർദ്ദം വർദ്ധിച്ചിട്ട് കണ്ണിനകത്തെ ഞരമ്പുകളെ, ഓപ്റ്റിക് ഡിസ്ക് എന്ന് പറയുന്ന കണ്ണിനകത്തെ കോടാനുകോടി ഞരമ്പുകൾ കണ്ണിനകത്തേക്ക് പ്രവഹിക്കുന്നുണ്ട്. അവയാണ് കണ്ണിലെ കാഴ്ചയെ നമുക്ക് സ്വീകരിക്കാനായിട്ട് പ്രാപ്തമാക്കുന്നത്. ഈ ഞരമ്പുകളുടെ വശങ്ങളിൽ ഈ മർദ്ദം അമിതമായ ബലം ഉപയോഗിച്ച് അതിനെ ഞെരിക്കുകയും വശങ്ങളിലുള്ള കാഴ്ച ക്രമേണ കുറഞ്ഞു വരികയും ചെയ്യുക എന്നുള്ളതാണ് ഗ്ലോക്കോമയുടെ ദീർഘകാലബന്ധിയായ ലക്ഷണങ്ങൾ. അത് തുടക്കത്തിലെ ചില രോഗികൾക്ക് കണ്ണിനകത്ത് വേദന, കണ്ണിനകത്ത് വെള്ളം നിറയുക, അസ്വസ്ഥത ഉണ്ടാവുക, കണ്ണിനകത്ത് ലൈറ്റ് നോക്കാൻ പ്രയാസം ഉണ്ടാവുക, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെയുള്ളവ പെട്ടെന്ന് മനസ്സിലാക്കാനും അവയ്ക്ക് പ്രതിരോധം ഏർപ്പെടുത്താനും എളുപ്പമാണ്. നേരെ മറിച്ച് ചില ഗ്ലോക്കോമ വളരെ സൈലൻ്റായിട്ടാണ്, നിശബ്ദമായിട്ടാണ് നമ്മുടെ കണ്ണുകളെ ബാധിക്കുക. അപ്പോൾ 2-3 വർഷം കഴിഞ്ഞ് കണ്ണിൻ്റെ ഓപ്റ്റിക് ഡിസ്കിനെ ഞെരിച്ച് ഒരുപാട് പാർശ്വത്തിലുള്ള കാഴ്ചകൾ, വശങ്ങളിലുള്ള കാഴ്ചകൾ കുറഞ്ഞു കഴിയുമ്പോഴാണ് രോഗി മനസ്സിലാക്കുന്നത്. എന്നായാലും ആ ഒരു അവസ്ഥയിലും കാഴ്ച കൂടുതൽ മോശമാകാതെ ഒരു പരിധിവരെ നിലയ്ക്ക് നിർത്തുവാൻ അല്ലെങ്കിൽ കാഴ്ച മെച്ചപ്പെടുത്തുവാനായിട്ട് സാധിക്കാറുണ്ട്. ആധുനിക ശാസ്ത്രത്തിൽ ഇതിന് പ്രത്യേകമായിട്ട് ഈ മർദ്ദം കുറയ്ക്കുവാനായിട്ട് പ്രത്യേക രീതിയിലുള്ള നിർഗമന മാർഗങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ ഐറിഡോട്ടമി അല്ലെങ്കിൽ അങ്ങനെയുള്ള സർജറി പോലുള്ള മെത്തേഡ്സാണ്, അല്ലെങ്കിൽ ഡ്രോപ്സ് ഉപയോഗിച്ചിട്ട് കണ്ണിനകത്തുള്ള മർദ്ദം കുറയ്ക്കാനുള്ള മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇവയൊക്കെയാണ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താലും കണ്ണിൻ്റെ മൊത്തത്തിലുള്ള കാണുന്നതിനുള്ള ഒരു ക്വാളിറ്റി യഥാക്രമം കുറഞ്ഞു വരികയാണ് കാണുന്നത്. വർഷങ്ങളോളമുള്ള ഉപയോഗം കൊണ്ട് കൃഷ്ണമണിക്ക് പ്രയാസങ്ങളുണ്ടാവുക, കൃഷ്ണമണിക്ക് വെളുപ്പുണ്ടാവുക, അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചയുടെ ക്വാളിറ്റി കുറയുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കാറുണ്ട്. ഈ ഒരു അവസ്ഥകളെ അതിജീവിക്കുവാനായിട്ട് ആയുർവേദം കൂടി അതിൽ ചികിത്സാ മാർഗമായിട്ട് സ്വീകരിക്കുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചില കേസുകളിലെങ്കിലും പ്രഷർ കുറയ്ക്കുവാനുള്ള ഔഷധങ്ങളുടെ ഉപയോഗം യഥാക്രമം അല്ലെങ്കിൽ ക്രമേണ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ട് ഗ്ലോക്കോമ മൂലം ഉണ്ടാകുന്ന പാർശ്വ കാഴ്ചകൾ വലിയൊരളവിൽ തടഞ്ഞു നിർത്തുവാനും മുന്നോട്ടുള്ള കാഴ്ചയുടെ തീവ്രത കുറച്ചുകൂടി വർദ്ധിപ്പിക്കുവാനും ആയുർവേദ ചികിത്സ ഉപയുക്തമാവുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് സർജറി ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ കണ്ണിലേക്ക് ആവശ്യമുള്ള ആൻറ്റി ഗ്ലോക്കോമ ഡ്രോപ്സ് ഉപയോഗിച്ചുകൊണ്ടോ ആയുർവേദ ചികിത്സ കൂടി തുടർന്നു കഴിഞ്ഞാൽ ഇത് ക്രമേണ ഡ്രോപ്സുകൾ കുറയ്ക്കുവാനും കണ്ണിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും, കാഴ്ചയ്ക്കുള്ള ആരോഗ്യവും അല്ലാതെ അവയവത്തിൻ്റെ ആരോഗ്യവും വർദ്ധിപ്പിക്കുവാനായിട്ടും ആയുർവേദ ചികിത്സ വലിയൊരളവിൽ സഹായകമാകും. ആധുനിക ചികിത്സയിൽ കണ്ണിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സങ്കല്പം ഉള്ളതായിട്ട് കാണുന്നില്ല. അവിടെയാണ് ആയുർവേദത്തിൻ്റെ ഒരു പ്രസക്തി നിലനിൽക്കുന്നത്. എൻ്റെ പേര് പൊന്നുമണി എന്നാണ്. ഞാൻ വരുന്നത് അടൂർ ടൗണിൽ നിന്നാണ്. എൻ്റെ കണ്ണിൽ കൂടെ സ്ഥിരമായിട്ട് വെള്ളം എടുക്കുകയായിരുന്നു. അത് കാരണം പത്രം വായിക്കാനോ വണ്ടി ഓടിക്കാനോ സാധിക്കാതെ 8 വർഷത്തോളമായിട്ട് ഞാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. ഇവിടെ വന്ന് ചികിത്സ കഴിഞ്ഞു. ഇപ്പോൾ വെള്ളം എടുക്കുന്നില്ല. അപ്പം 6 ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തിട്ടാണ് ഞാനിത് പത്രത്തിൽ കൂടെ കണ്ട് അറിഞ്ഞ് ഈ സുദർശന ഐ ക്ലിനിക്ക് ഇതിലെത്തിയത്. ഇവിടെ വന്നതിൽ പിന്നെ എനിക്ക് കാഴ്ച കൂടി, അതുപോലെ തന്നെ കണ്ണിന് പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞ് ദീർഘകാലമായിട്ട് ഞാൻ ഡ്രോപ്സ് ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഡ്രോപ്സ് നിർത്തി. ഇവിടെ പ്രഷർ പരിശോധിച്ച് നോക്കിയതായിരുന്നു. 2 വട്ടം പരിശോധിച്ചപ്പോഴും വളരെ ഹൈ ആയിട്ട് നിന്ന പ്രഷർ ഇപ്പം നോർമലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കാഴ്ച വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് എല്ലാ പെരുമാറ്റങ്ങളും എല്ലാവരുടെയും ഇങ്ങനെയുള്ള ഒരു ജെന്റിലായിട്ടുള്ള പെരുമാറ്റം എനിക്ക് കിട്ടിയിട്ടേ ഇല്ലെങ്ങും. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ്, വളരെ നല്ല ട്രീറ്റ്മെൻറ്റ്, വളരെയധികം നല്ല ഫുഡ്, നല്ല അന്തരീക്ഷം, നല്ല ക്ലീൻ ആൻഡ് ഐഡിയ ആയിട്ടുള്ള റൂംസ്, എല്ലാം എവരിതിങ് ഓക്കെയാണ്. എൻ്റെ പേര് സാലി ജോസഫ്, 59 വയസ്സുണ്ട്.
ഞാൻ മദാറിലെ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. എനിക്ക് കണ്ണിന് ഗ്ലൂക്കോമയുടെ ഇതും കാറ്ററാക്റ്റിൻ്റെ ആരംഭം ഉണ്ടായിരുന്നു. ഞാൻ ഡ്രോപ്പ് ഒഴിച്ച് ഇവിടെ ഇങ്ങനൊരു ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് അറിഞ്ഞ് ഇവിടെ വന്നു. അന്ന് മുതൽ ട്രീറ്റ് ചെയ്തു. ഇപ്പോൾ എൻ്റെ കണ്ണിൻ്റെ പിന്നെ ഐ പ്രഷറും നോർമൽ ലെവലിലായിട്ടുണ്ട്. കണ്ണ് വായിക്കാൻ വിഷന് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് കാലിനൊക്കെ വേദന, ബോഡി കംപ്ലീറ്റ് വേദന ഉണ്ടായിരുന്നു. അത് മസാജ് ചെയ്തു. അതും എനിക്ക് നല്ല റിലീഫുണ്ട്. അതിലുപരിയായിട്ട് ഇവിടുത്തെ ഡോക്ടർമാരുടെ നമ്മളോടുള്ള അവർ നമ്മളോട് ഇടപെടുന്നതും ഇവിടുത്തെ സ്റ്റാഫ്സ് എല്ലാം അവരുടെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഐ കനോട്ട് എക്സ്പ്ലെയിൻ ദാറ്റ് മച്ച് ദേ ആർ വെരി ഗുഡ് വിത്ത് ദ പേഷ്യൻ്റ് ആൻഡ് റിലേറ്റീവ്. സോ ദൈവം ഇവരെ ധാരാളമായി അനുഗ്രഹിക്കും. നമസ്കാരം, എൻ്റെ പേര് ബിനു. ഞാൻ പത്തനംതിട്ട സ്വദേശിയാണ്. പുറത്ത് സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കുറേ കസിൻസ്, നമ്മുടെ ഫ്രണ്ട്സ് കുറച്ചാൾ മുമ്പ് സുദർശനം ഈ ആയുർവേദ ഹോസ്പിറ്റലിൽ വന്നിരുകയും അവർക്ക് കണ്ണിന് കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായി. അങ്ങനെയാണ് ഞാനും അറിയുകയും അവധിക്ക് വന്നപ്പോൾ ഗോൾഡൻ ഡോക്ടറെ വിളിക്കുകയും ഇവിടെ വരുവാനും സാധിച്ചു. ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്. ആദ്യം വന്നപ്പോൾ 5 ലൈൻസ് വായിക്കാൻ പറ്റുമായിരുന്നു, പറ്റത്തുള്ളായിരുന്നു. ഇപ്പോൾ അത് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്ത് കുറച്ച് കൂടുതൽ വായിക്കുവാനായിട്ട് 2 ലൈൻസ് കൂടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടത് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ്. അത് റിയലി കെയറിങ് ഹോസ്പിറ്റൽ. ഇവിടുത്തെ എല്ലാ സ്റ്റാഫും, നമ്മൾ ആദ്യ ദിവസം വന്നപ്പോൾ വാച്ച്മാൻ മുതൽ എൻ്റെ ഡോക്ടർ വരെ, അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ സ്റ്റാഫും, അത് ക്ലീനിങ് സ്റ്റാഫ് ആയിക്കൊള്ളട്ടെ, കിച്ചണിൽ വർക്ക് ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, ഞങ്ങൾ ഓരോ ദിവസം ട്രീറ്റ്മെൻറ്റ് നടത്തുന്നവരായിക്കൊള്ളട്ടെ, അവരുടെ ഒരു കെയർ അത് എത്ര നമ്മൾ പറഞ്ഞാലും മതിയാവില്ല. അതാണ് നമുക്കൊരു ഇവിടെ വരുമ്പോൾ ഏറ്റവും വലിയൊരു ഫീലിംഗ്. നമ്മുടെ വീട്ടിൽ നിന്നും വേറൊരു വീട്ടിലേക്ക് വന്ന ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് കണ്ണിന് പ്രഷറിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നോർമലായി. ഇപ്പോൾ കുറേ ദിവസം 5-6 ദിവസമായിട്ട് വണ്ടി തന്നെ ഓടിക്കുന്നത് ക്ലാസ് ഇല്ലാതെയാണ്, കണ്ണാടി ഉപയോഗിക്കുന്നില്ല. താങ്ക്സ് ടു സുദർശനം, താങ്ക്സ് ടു ഡോക്ടർ ഗോകുൽ ആൻഡ് ടീം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിമ്പിൾ. ഞാൻ കോഴഞ്ചേരിയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ 18 ഇയർ ഉള്ളപ്പോഴാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ കണ്ണിന് ഗ്ലോക്കോമയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ലേസർ ചെയ്തതാണ്. കണ്ടിന്യൂസ് ആയിട്ട് മരുന്നൊഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ഇട്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് വരുമ്പോൾ എനിക്ക് കണ്ണിൻ്റെ പ്രഷർ ഭയങ്കര കൂടുതലായിരുന്നു. 26-27 ഒക്കെ ആയിരുന്നു. ഇവിടെ വന്ന് ഡോക്ടർ ട്രീറ്റ്മെൻറ്റിനകത്ത് എനിക്ക് ഒരുപാട് വ്യത്യാസം വന്നു. ഞാൻ കണ്ടിന്യൂസ് 3 വർഷം വന്നിവിടെ. എൻ്റെ ഐ പ്രഷർ നോർമലായി. എനിക്ക് വിഷൻ പ്രോബ്ലംസ് ഒന്നും പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഡ്രോപ്സ് ഒഴിച്ചിട്ടേ ഇല്ല. ഇടയ്ക്ക് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം എൻ്റെ പ്രഷർ നോർമലാണ്. ഞാൻ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡോക്ടറെ ഓർക്കാത്ത ദിവസമില്ല. ഇപ്പം ഞാൻ എൻ്റെ മുകളിലെ കണ്ണിൻ്റെ പവറായിട്ട് വരുന്നതാണ്. എനിക്ക് വിശ്വാസമുണ്ട് ഡോക്ടറുടെ കൈകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ എല്ലാം ക്ലിയർ ആയിട്ട് വരുമല്ലോ. താങ്ക് യു. ആ ദിവസങ്ങളിൽ എനിക്ക് ഗ്ലൂക്കോമ ഉണ്ടായിരുന്ന സമയങ്ങളിൽ മിനിമം 5 ടൈംസ് വരെ ഡ്രോപ്സ് ഒഴിച്ചിരുന്നു. ക്ലാസ്സിന് പോകുമ്പോഴും ഇടയ്ക്ക് വെച്ച് ഒഴിച്ചിരുന്നു. പിന്നെ രാത്രിയിലും ഒക്കെ എഴുന്നേറ്റ് നിന്ന് മരുന്നൊഴിക്കണമായിരുന്നു. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു എനിക്ക്. അപ്പോൾ ഒരുപാട് മെൻ്റൽ ഡിപ്രഷനൊക്കെ എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിനും റിലീഫ് കിട്ടിയത് ഡോക്ടറുടെ ഹെൽപ്പ് കൊണ്ട് മാത്രമാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ പേര് മനോജ്, സ്വദേശം മാവേലിക്കര. മോട്ടോർ വാഹന വകുപ്പിൽ ഞാൻ ജോലി ചെയ്യുന്നു. എനിക്ക് സ്ഥിരമായി കണ്ണിന് തലവേദനയും അതുപോലെ തന്നെ ഡ്രൈനെസ്സും അതുപോലെ തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ കണ്ണിൽ അമിതമായി പ്രഷർ കൂടുന്നതായി മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ തിരുവല്ലയിൽ ഈ സുദർശൻ നേത്രാലയത്തിൽ ഡോക്ടർ ഗോകുലിനെ കണ്ടത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഒരാഴ്ചയോളം ഇവിടെ താമസിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് നടത്തിയത്. ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം എനിക്ക് കാര്യമായ വ്യത്യാസമാണ് ഇതിലുണ്ടായിരിക്കുന്നത്. അതിൽ എൻ്റെ പരിശോധനയിൽ കണ്ണിൻ്റെ പ്രഷർ വളരെ നോർമലിലും താഴെയായത് ഇരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഡ്രൈനെസ്സിന് മാറ്റം വന്നു. അതുപോലെ തന്നെ തലവേദനയിലും സാധാ പോലെ പിന്നെ വളരെ കുറഞ്ഞ രീതിയിലുള്ളതാണ്. തലവേദന പൂർണ്ണമായി മാറിയെന്ന് തന്നെ പറയാം. തീർച്ചയായും വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഞാനിവിടെ നിന്ന് ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം പോകുന്നത്. എൻ്റെ പേര് ഫാദർ അലൻ തോമസ്. OAC. ഞാൻ ബദനി ആശ്രമത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ കണ്ണിൽ പ്രത്യേകമായിട്ടും ഒരു പ്രഷർ വളരെ കൂടുതലായിരുന്നു. ഞാൻ പൂനെയിൽ അതേപോലെ തന്നെ പല നമ്മുടെ ഹോസ്പിറ്റൽസിൽ പോയിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് ചില രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര നമ്മൾക്ക് ബ്ലറായിട്ട് തോന്നുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ഈ ഹോസ്പിറ്റലിനെ പറ്റി കേൾക്കുകയും ഞാൻ
ഈ ആയുർവേദ ചികിത്സയിലേക്ക് വരികയും ചെയ്തത്. എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ പറയുന്നത്, ഇത് എൻ്റെ ഒരു കണ്ണിന്, അതായത് ഫസ്റ്റ് ഡേ കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പം തന്നെ എനിക്ക് കുറേ വിഷൻ കുറേയും കൂടെ ക്ലിയർ ആയിട്ട് തോന്നി. അതോടൊപ്പം തന്നെ എൻ്റെ കുറേ എന്താ പറയുക തലവേദന അങ്ങനെയുള്ള, ഇപ്പോൾ എനിക്ക് ഈ ദിവസങ്ങളിൽ തലവേദനകളൊന്നുമില്ല, ഭയങ്കര ഫ്രീ ആണ് ഇപ്പം. മൊത്തമായിട്ടും മൊത്തം ഫീൽ ചെയ്യുന്നത് എനിക്ക് നല്ലതായിട്ട് ഒരു നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് തന്നെ മനസ്സിലായി ഇപ്പം ഒത്തിരി പ്രഷറാണെങ്കിൽ ഒത്തിരി കുറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റുള്ള എന്നെ അലട്ടിയിരുന്ന പല രോഗങ്ങളും എനിക്കിപ്പോൾ ഒരു ശമനം കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും വന്ന് അതിന് ചികിത്സ തേടുന്നതായിരിക്കും. ആയുർവേദം ഇത് ഫാന്റാസ്റ്റിക്, നൈസ്. താങ്ക് യു.